ട്രൈപോഡിൽ നിന്ന് ഫോൺ പോയി ഫോണിന്റെ ഡിസ്പ്ലേ പോയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. സത്യത്തിൽ ആ ട്രൈപോഡിന് അത്ര ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഫോൺ കംപ്ലൈന്റ് ആയതുപോലെ തന്നെ ട്രൈപോഡും സ്പോട്ടിൽ നഷ്ടപ്പെട്ടായിരുന്നു. പുതിയ ട്രൈപോഡ് വാങ്ങിച്ചു, 600 രൂപ ഓഫ്ലൈനായിട്ടാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ലൊരു ട്രൈപോഡാണ് കേട്ടോ. എനിക്ക് മുമ്പ് ഉപയോഗിച്ചതിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തോന്നിയത്. അങ്ങനെ പുതിയ ട്രൈപോഡിൽ ഫോണൊക്കെ വെച്ചിട്ട് നമുക്കിന്ന് ഡിന്നർ പ്രിപ്പയർ ചെയ്യാം. ഡിന്നർ ഫോർ മൈ ഹസ്ബൻഡ്. ക്രിസ്മസിന്റെ അന്ന് എനിക്ക് കുക്കിംഗ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അല്ലെങ്കിലും കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ ഒന്ന് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടൊക്കെ ഇരിക്കുമായിരുന്നല്ലോ. എൻ്റെ ഫോൺ പോയി, ട്രൈപോഡ് പോയി, ആരെയും വിളിക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, എപ്പോൾ ശരിയാകും, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു മനസ്സിൽ. അതിൻ്റെതായ ഒരു നിരാശ ഉള്ളതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് കുക്കിങ്ങിലോട്ട് ഏർപ്പെട്ടില്ലായിരുന്നു. ക്രിസ്മസിൻ്റെ അന്ന് ചിക്കൻ വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ചിക്കൻ സ്റ്റൂവും ബ്രെഡും, പിന്നെ ചിക്കൻ ഫ്രൈയും, അതുപോലെ ഒരു ചെറിയ ചെമ്മീൻ ബിരിയാണി. ചിക്കൻ്റെ എല്ലോടുകൂടിയ പീസെല്ലാം സ്റ്റൂവിന് മാംസളമായ ഭാഗം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. ചിക്കൻ ഫ്രൈക്കുള്ള മാരിനേഷന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, 2 പീസ് വീറ്റ് ബ്രെഡ്, അതുപോലെ ഉപ്പ്, വെളിച്ചെണ്ണ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. കൂട്ടത്തിലൊരു മുട്ടയോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കോൺഫ്ലോറും അതുപോലെ മൈദയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ വീറ്റ് ബ്രെഡ് ചേർത്ത് കൊടുത്തത്. എൻ്റെ കയ്യിൽ നിന്ന് വീറ്റ് ബ്രെഡാണ് ഇരിക്കുന്നത്, അതാണ് വീറ്റ് ബ്രെഡിന്റെ പ്രയോഗം. ചിക്കൻ സ്റ്റൂവിനും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കുഞ്ഞു സവാള അരിഞ്ഞത് ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിരുമിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. സ്റ്റൂ ആണല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഒരു വിസിൽ വന്നാൽ മതി, അതുവരെ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ പുതിയ കടായിലാണ് കേട്ടോ നമ്മുടെ ചെമ്മീൻ ബിരിയാണി വെക്കാൻ പോകുന്നത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, സവാള ഇതെല്ലാം നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഒരു നുള്ളു പെരിഞ്ജീരകപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി പച്ചമണം മാറുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചിക്കൻ മാരിനേഷന് വേണ്ടി എടുത്ത അരപ്പില്ല, അത് കഴുകിയ ജാറാണ് കേട്ടോ. അരപ്പൊക്കെ തിളച്ച് വരുമ്പോൾ ചെമ്മീനോടെ ഇട്ട് കൊടുക്കണം. ചെമ്മീൻ ഒന്ന് അരപ്പിൽ കിടന്ന് നല്ല ബ്ലെൻഡായി വെന്ത് വന്നു കഴിയുമ്പോൾ ചെമ്മീൻ മസാലയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടെ ചേർത്ത് അലങ്കാര പണികളൊക്കെ ആവശ്യാനുസരണം ചെയ്യാം. ഞാനിവിടെ സവാള ഫ്രൈ ചെയ്തത് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ചെമ്മീൻ മസാലയിൽ ഞാൻ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. ഉരുളി ചൂടായപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോല ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും അതുപോലെ കിഴങ്ങും ക്യാരറ്റും ഒക്കെ കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. കുറച്ചൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആ വീറ്റ് ബ്രെഡിലെ 2 എടുത്ത് പൊടിച്ച് പൊടിയായിട്ട് ആ പൊടി കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ. എനിക്കിതിൻ്റെ ഡെന്ന ചേച്ചി പറഞ്ഞു തന്ന ആ ഒരു കാറ്ററിംഗ് സ്റ്റൈല് ടേസ്റ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് നോക്കിയായിരുന്നു ഒരു പ്രാവശ്യം. അങ്ങനെ ചെയ്തപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയായിരുന്നു. അപ്പം ഞാനിത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യണം കേട്ടോ. ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ നല്ല അടിപൊളി സ്റ്റൂ ആയിട്ടുണ്ട്, അതുപോലെ ചെമ്മീൻ ബിരിയാണി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആപ്പിളും കുക്കുംബറും ഉപ്പും അതുപോലെ മിൽക്കി മിസ്റ്റിന്റെ തൈരും കൂടെ ചേർത്തിട്ട് ഒരു സാലഡും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിന്നർ ഡൈനിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.